UDF-ന്റെ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാർട്ടി നിർദ്ദേശപ്രകാരം കരിമാന്തോട് ജംഗ്ഷനിൽ പ്രസംഗിക്കാനായിട്ടാണ് ഞാൻ പോയത്. 5:30 ആയപ്പോൾ അവിടെ പരിപാടി ആരംഭിച്ചു. അപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കലെ തന്നെ പ്രതിപക്ഷം അവരുടെ മൈക്ക് അനൗൺസ്മെന്റ് കൊണ്ടിട്ട് അവിടെ നിർത്തിയിട്ട് അനൗൺസ് ചെയ്ത് ഇതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അപ്പൊ കുറച്ചു സമയം ഞാൻ അവിടെ സംസാരിച്ചു. ഒരു 10-15 മിനിറ്റോളം അവരവിടെ ഇട്ടിട്ടാണ് ആ വണ്ടി മാറ്റി തന്നത്. പിന്നീട് സംസാരിച്ചുകൊണ്ടിരിക്കലെ ഒരു ആള് ഓടിപ്പാഞ്ഞു വന്നിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന എന്റെ കയ്യിലിരുന്ന മൈക്കിനെ കയറി പിടിക്കുകയും എന്റെ ഇടത് കൈ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്തു. ഓൾറെഡി എനിക്ക് കൈക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പൗച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ ഒരു ആക്സിഡന്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഇതൂടെ ഇപ്പൊ കൈക്ക് അതിഭയങ്കരമായ വേദനയായി. അപ്പം മൈക്ക് പിടിച്ചെടുക്കാൻ പുള്ളി ശ്രമിക്കുകയും അങ്ങനെ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പം അതാ എന്തോ അതെ അതിന്റെ ഭാഗമായിട്ടാണ് എന്നെ കൈപിടിച്ച് തിരിച്ചത്. അവരുടെ ആരുടെയോ പ്രേരണപ്രകാരം പുള്ളി വന്നതാണെന്നാണ് എന്റെ വിശ്വാസം. ആദ്യം മുതലേ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. മൈക്ക് അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് എന്റെ സംസാരത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങ് വീട്ടിലോട്ട് പോയി. എനിക്ക് മെഡിസിനൊക്കെ ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നത്. കേസ് പരാതി ഞാൻ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പരിക്കിപ്പോ ഡോക്ടർ കണ്ടു, മെഡിസിനൊക്കെ തന്നിട്ടുണ്ട്. ഓൾറെഡി പ്രശ്നം കൈക്കുള്ള അതാണ്. അതിന്റെ കൂടെ ആയപ്പോ ഒന്നുകൂടി ശക്തമായ വേദനയായി. പ്രചരണത്തിനെ തടസ്സപ്പെടുത്തുന്നതിന് തുല്യം തന്നെയാണ്. ഉള്ള കാര്യം പറയുമ്പോൾ എല്ലാവർക്കും പൊള്ളിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അറിയാവുന്ന കുറെ വാസ്തവങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അതിന്റെ പൊള്ളലിൽ അവർക്കുണ്ടായ പ്രശ്നങ്ങളാണ് അതൊക്കെ.